ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാരുണ്ട് ജോലിക്ക് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പണികളൊന്നും തീരുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല, എപ്പോഴും ഫുഡ് ഉണ്ടാക്കലാണ്, കിച്ചണിൽ തന്നെയാണെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇല്ലേ അവർക്കെല്ലാം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടേക്കാം. ഞാനില്ലിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ചത്തേക്കൊന്നും ചെയ്യലില്ല, ഒരു 3-4 ദിവസത്തേക്ക് എന്തായാലും പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. ശനിയാഴ്ചയാണ് അധികം സാധനങ്ങൾ വാങ്ങാൻ പോവുക. അപ്പില്ലേ ആ ഒരാഴ്ചത്തേക്കുള്ള ഇനി വരുന്ന ഒരാഴ്ചത്തേക്കുള്ള രാവിലെ എന്തോ ഉച്ചക്ക് എന്ത് രാത്രി എന്ത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസാണ് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോവുക. അതിനിടയിലേ കുറച്ചധികം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും ബ്ലൂബെറിയും എല്ലാം കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം തന്നെ വാങ്ങാം. കാര്യം ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം കേടുകൂടാണ്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് അടിപൊളി സ്മൂത്തി ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താ പറയുക ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുക, പിന്നെ ന്യൂട്ടെല്ലയിലെല്ലാം സ്ട്രോബെറി എല്ലാം ഡിപ്പ് ചെയ്തിട്ടെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഫ്രഷ് സ്ട്രോബെറി ഉണ്ടായാലും ഞാൻ കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തോരനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള വെജീസും കാര്യങ്ങളും എല്ലാം ഞാൻ വാങ്ങുന്നുണ്ട്. അധികം ശനിയാഴ്ച രാത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കോ, രാത്രി ആണെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ പോവും, ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൂടെ പോവും. ഉമ്മയുപ്പി ഷോപ്പ് ചെയ്യുന്നതും ശനിയാഴ്ച തന്നെയാണ്. ആ ഒരു സമയം ഓരോ കൂടെ പോവും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കടല കാര്യങ്ങൾ എല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഗ്രീൻ പീസ് കടല, പിന്നെ ആ ഒരു കറുപ്പ് കടലയില്ലേ, നിങ്ങളെന്താ പറയൽ നിങ്ങൾ പറയാം, നമ്മൾ കറുപ്പ് കടല ചുവന്ന കടല എന്നല്ല ഒന്ന് പറയൽ. പിന്നെ ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കന് എന്താ പറയുക മന്തിയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾ ജോലിക്കെല്ലാം പോകുന്നവരാന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളവരെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ജസ്റ്റ് ഒന്ന് താളിക്കല്ലേ വേണ്ടു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള മോമല്ലാത്തതുകൊണ്ട് ഞാനിപ്പം വീട്ടിൽ നിന്നല്ലേ ജോലി ചെയ്യുന്നത്, ജോലി തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും വീട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ അത്രയും കുക്ക് ചെയ്തിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എൻ്റെ ഈ ഒരാഴ്ചത്തെ ഐറ്റംസ്. ഒരു ദിവസം രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ദിവസം ഉഴുന്ന് വട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, പിന്നെ മന്തിക്കുള്ള ചിക്കനാണത്, പിന്നെ ഗ്രീൻ പീസ് കടലയും നേരിയ ദോശയും അത് പച്ചരി കുതിർത്ത് വെക്കുവേ. ഇനിയിപ്പോൾ ഒരു ദിവസം നല്ല ഒരു കബാബ് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലെ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലാണ്ട് നല്ലോണം ചെറിയ ജാറിൽ അതിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുക. കുരുമുളക് ക്രഷ് ചെയ്തത്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡറാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓണിയൻ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മല്ലിയില, പുതിനയില, പാസ്ലി ലീഫ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എല്ലാം സ്പൈസസ് മാത്രമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാര്യം ഞാൻ ഇത് വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. കബാബ് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കുഴച്ചെടുക്കുക. എന്നിട്ടില്ലേ ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള ഐറ്റംസിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കബാബിൻ്റെ പല ഷേപ്പിൽ കബാബ് കിട്ടൂലേ, ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ കിട്ടും, നീളത്തിൽ കിട്ടും, അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ കബാബ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഹോള് ആക്കി കൊടുക്കലാണ്. എന്നിട്ടില്ലേ ലാസ്റ്റ് ഫോയിൽ വെച്ചിട്ട് ഹോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ ഫോയിൽ. ഇത് ഭയങ്കര ഈസിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പാർട്ടിയിലെല്ലാം അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇതിപ്പം ഒരു ദിവസത്തെ കറിക്കുള്ള ഐറ്റമാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പല ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. തേങ്ങ ചിരകി വെക്കുക, അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വഴറ്റി വെക്കുക. ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ തന്നെ, അതുപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ളത്, മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയെല്ലാം വഴറ്റി ബോക്സിലാക്കി വെക്കാം കേട്ടോ. ഞാൻ അത്രയും ബിസിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പം ജോലിക്ക് പോവുക, അതുപോലെ തന്നെ വീട്ടു ജോലി ചെയ്യുക എല്ലാം പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ.
വീട്ടിൽ നിന്ന് എല്ലാ ഫുഡും റെഡിയാക്കി എടുത്തിട്ട് പുറത്തേക്ക് പോകണം, പുറത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലത്തെ അലക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നെല്ലാം പറയുമ്പോൾ അറിയാം ഭയങ്കര ടഫായിട്ടുള്ള കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മീൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളത് ഇന്ന് രാവിലെ എന്താ പറയുക തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് രാത്രി, ചൊവ്വാഴ്ച രാവിലെ ഉച്ചയ്ക്ക് രാത്രി, അങ്ങനെ ഓരോ ദിവസവും ഓരോന്നും പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഫ്രീസറിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാലേ നമുക്കതെടുത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം തീരുകയും ചെയ്യും. പണികൾ തീരും. നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക, കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുക, നല്ലൊരു ഫാമിലി ടൈം ഉണ്ടാക്കുക, നമ്മുടെ ഹെൽത്ത് നോക്കുക, സ്കിന്ന് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എന്താ പറയുക ഗാർഡനിങ് കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് ടൈം കിട്ടും കേട്ടോ. ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതല്ലേ, എപ്പോഴും ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കാനുള്ളതല്ലല്ലോ. അപ്പം അല്ലേ ലൈഫിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മാറും. നല്ല ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക കബാബ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ ഫോയിലാണ് കേട്ടോ ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇത് വെച്ചിട്ട് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കറിയൊന്നും റെഡിയാക്കുന്നില്ല. ഇത് വേറൊരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ പറയട്ടില്ലേ മീൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം അതും കൂടി കുക്കാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനും കാര്യങ്ങളും എല്ലാം ഇല്ലേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മുളക് ഉപ്പെല്ലാം പറ്റി വെക്കുക. അതുപോലെ തോരനുള്ള ഐറ്റംസ് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഒരാഴ്ച എന്താണോ ഉണ്ടാക്കുന്നത് അതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഒലീവ് ഓയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫ്രൈ ആക്കി എടുക്കലാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കബാബ് ചെയ്യുന്ന പോലെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക, നല്ലോണം കളർ ചേഞ്ച് ആക്കി എടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് വെച്ചിട്ട് എനിക്ക് കറി ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രം എന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഫോയിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ മീൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഈ ഒരു കറിൻ്റെ ഡേ വന്നാൽ ഈ കറി ഉണ്ടാക്കുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ ഈ കറി ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഡ്യൂട്ടിക്കെല്ലാം പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനത്തെ ചിലരിങ്ങനെ മൊത്തം പ്രിപ്പയർ ചെയ്ത് വെക്കും. അതുപോലെ ആ ദിവസം ഇരിക്കും മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്യുക കാര്യങ്ങളെല്ലാം. പിറ്റേ ദിവസം മുതൽ പിന്നെയും ഡ്യൂട്ടിയിൽ കയറി ബിസിയായി. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം ഇല്ലാത്ത പോലെയല്ലേ തോന്നാം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഞായറാഴ്ച ഇപ്പം ലീവ് ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാം. നമുക്ക് ഓഫീസും കാര്യങ്ങളെല്ലാം ലീവായിട്ട് തരുന്നത് നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടിക്കാന്ന് തോന്നുന്നു. മെൻ്റലി എന്താ പറയുക ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിക്കാന്ന്. അപ്പം ആ ദിവസം നമ്മളെല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് വീട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ നേരെയില്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു ടൈം ചെയ്യാണ്ട് തലേ ദിവസം നമുക്ക് എന്നാണോ ലീവ് ആ ലീവുള്ള ദിവസത്തിൻ്റെ തലേ ദിവസം ഒരു 6 മണിക്ക് ശേഷം മെല്ലെ കിച്ചണിലേക്ക് വരാം. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. ഓരോരോ കാര്യങ്ങളിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞായറാഴ്ച മൊത്തം ഫ്രീ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഹസ്ബൻഡും വൈഫുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ക്ലീൻ ചെയ്യാത്ത തലേ ദിവസം തന്നെ. രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഹസ്ബൻഡ് ജോലി പുറത്ത് ചെയ്യുന്ന വീട്ടിൽ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും കഴിഞ്ഞാൽ കാര്യമായിട്ട് വേറെ പണികളൊന്നുമില്ല. അപ്പം നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് തണിഞ്ഞ് കഴിഞ്ഞാലേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു ദിവസം അത് വെച്ചിട്ട് കറി ഉണ്ടാക്കും. ഇൻഷാ അല്ലാ വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ചെടികൾക്കെല്ലാം വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കലാണ്. മൊത്തത്തിൽ ഒരേ പണിയെടുക്കൂല കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ മീൽ പ്രിപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാനെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ആയാലും ബിസിനസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം മൊത്തം ബിസി ആയിരിക്കും. പിന്നെ വീട്ടിലെ പ്രത്യേകിച്ച് വീട്ടിലെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, കാര്യങ്ങൾ അവരെ ഓരോരോ കാര്യങ്ങൾ നോക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയാകുമ്പോൾ മൊത്തം ബിസി ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിച്ചോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഓരോരോ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെന്താ
ഞാനില്ലേ ചെടിക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം ഒന്ന് വൈകുന്നേരം നല്ല വെയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുക. പിന്നെ ഈ ഒരു ടൈം ഞാൻ അധികം നല്ല ഫ്രീ ആയിരിക്കും ഉണ്ടാവുക. ആ ടൈമായിരിക്കും ഞാൻ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ ഒരു ടൈമാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. കാര്യം കുട്ടികളെല്ലാം വന്ന് അവരെല്ലാം ഒന്ന് സെറ്റായി ഞാനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈം ഞാൻ വെറുതെ അങ്ങനെ നിൽക്കില്ല, എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ പ്രാവശ്യം നല്ല ഫ്രഷ് ബ്ലൂബെറിയും സ്ട്രോബെറിയും കിവി എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും തീരൂല, 2 മാസം 2.5 മാസത്തോളം ശരിക്കും ഉണ്ടാവും കേട്ടോ, ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് എല്ലാ ടൈമിലും മാർക്കറ്റിൽ ഫ്രഷ് സ്ട്രോബെറി കിട്ടലില്ല. അപ്പം ഞാൻ ഫ്രഷ് സ്ട്രോബെറി കിട്ടുന്ന ടൈമിൽ എന്തായാലും കുറച്ചധികം തന്നെ വാങ്ങി വെക്കും. കാര്യം ഇത് വെച്ചിട്ട് നമുക്ക് രാവിലെ സ്മൂത്തി ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക, കേക്ക്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അപ്പം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് ജാം ഉണ്ടാക്കാം. അങ്ങനെ നമുക്കില്ലേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും കുറേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഇതുപോലെ മാംഗോ ഒരുപാട് ഐറ്റംസ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോ കേട്ടോ. നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇലകളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം കളഞ്ഞെടുക്കലാണ്. പിന്നെ ഇത് വെച്ചിട്ടുള്ള സ്മൂത്തിൻ്റെ റെസിപ്പിയും ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം ഇൻഷാല്ല ഞാൻ ചെയ്യട്ടെ. ഞാൻ സ്മൂത്തിൻ്റെ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്, ഓവർനൈറ്റ് ഓട്സ് സ്ട്രോബെറി വെച്ചിട്ടല്ലാത്തതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാല്ല ഞാൻ ചെയ്യാം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്മൂത്തിയും കാര്യങ്ങളും കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരു സമാധാനമൊന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കഴിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ രാവിലെ കുട്ടികളെല്ലാം ഒന്നും കഴിക്കാണ്ട് സ്കൂളിലേക്ക് ഓടുന്ന കുട്ടികളെല്ലാം ആണെങ്കിൽ അവർക്കിങ്ങനെ സ്മൂത്തിയെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. സ്ട്രോബെറി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് സ്മൂത്തിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ട്രോബെറിയും ബ്ലൂബെറിയും എല്ലാം ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം വിനെഗറിൽ ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വെക്കും കേട്ടോ. കാര്യം ചോക്ലേറ്റിലെല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഭൂരിഭാഗവും ഇങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കലാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റ് എന്താ പറയുക കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ടിത് വെള്ളം ഊറ്റിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഏത് ബോക്സിലാണോ നമ്മൾ ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കുക.
ഇതാ സ്ട്രോബെറി മൊത്തത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നിൽ ഞാനിതിൽ ഉപയോഗിച്ച പാത്രങ്ങൾ മൊത്തത്തിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെ ട്രെൻഡ്യോളുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം കേട്ടോ. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. എന്നോട് അധികം ചോദിക്കലുണ്ട് ഇർഫാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, ഇതെല്ലാം ഞാൻ ഐക്യന്ന് വാങ്ങിയതാണ്. പക്ഷേ ട്രെൻഡ്യോളിൽ നല്ല പ്രൈസ് കുറവിൽ ഇപ്പോൾ എല്ലാ പാത്രങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവർ വാങ്ങിക്കും. ഞാനിപ്പോൾ ഇതാ കിവിയും കൂടി നല്ലോണം കഴുകിയെടുക്കലാണ്. തൊലി കളഞ്ഞിട്ട് കിവിയും കൂടി എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം കിവിയും ഗ്രീൻ ആപ്പിളെല്ലാം ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്തി അല്ല ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പം കുറേ നാളത്തേക്ക് ഉണ്ടാവും, 2 മാസമെല്ലാം ഫ്രീസറിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഉണ്ടാവും കേട്ടോ. കുറേ എന്താ പറയുക ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം മാർക്കറ്റിൽ എന്താ പറയുക ഇപ്പോൾ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം കുറേ മുറ്റത്തെല്ലാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, മാങ്ങ കുറേ മുറ്റത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. സിബ്ലോ കവറിലോ ഇതുപോലെ ഏതെങ്കിലും ബോക്സിലോ കാര്യങ്ങളിലോ ആക്കിയിട്ട് വെക്കുക. പിന്നെ പഴയെല്ലാം നല്ലോണം പഴുത്തതുണ്ടാവുമ്പം അതുപോലെ തന്നെ മുറ്റത്തെല്ലാം കുറേ പഴം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഒരു സ്മൂത്തി എല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാനും പറ്റും. പഴം നല്ലോണം കറുത്ത് പോയി തൊലി കറുത്ത് കളയേണ്ട ആവശ്യം വരില്ല. ഫ്രീസ് ചെയ്ത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്മൂത്തി ആക്കി കുടിക്കാൻ പറ്റും കേട്ടോ. സ്മൂത്തി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും അത് വെച്ചിട്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കണമെന്നുണ്ടെങ്കിലോ, നമ്മൾ പഴന്നുള്ളിയിട്ടതെന്നെല്ലാം പറയും, അതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ മോശമായി പോയി ഫ്രൂട്ട്സ് കേട് വന്നെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. വെജീസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാ ഐറ്റംസും. ഇനിയിപ്പോൾ ഇതാ ആ പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാനിതാ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാണ്. 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റ് ഇല്ലേ, ഹോമൂസെല്ലാം ഉണ്ടാക്കുന്ന തഹീന, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളകും ഗരം മസാല പൗഡർ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. നല്ല അടിപൊളി ആയിട്ടില്ല. ബ്രെഡ് വെച്ചിട്ടും ബന്ന് വെച്ചിട്ടും എല്ലാം ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. ഈ ഒരു ചിക്കൻ ഫ്രൈ ആക്കുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് തഹീന പേസ്റ്റ് ഉണ്ടാവില്ലേ, നമ്മൾ തഹീന എന്നൊന്നും പറയൽ, നമ്മൾ കണ്ണൂരിൽ എന്താണോ ഫസ്റ്റ് കേട്ട് പഠിച്ചത് അത് മാത്രമേ പറയൂ കേട്ടോ. അപ്പം എന്താ പറയുക, തഹീന പേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഫ്രൈ ആക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ, ചിക്കനിൽ പറ്റിക്കഴിഞ്ഞാൽ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി പറ്റി കൊടുക്കണം കേട്ടോ, അന്നേരം ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഞാനിപ്പോൾ ഇതാ ലെറ്റ്യൂസിൻ്റെ ലീഫും പിന്നെന്താ പറയുക തക്കാളി, പിന്നെ ഹെലോപ്പിനോ പിക്കിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നിൻ്റെ ആവശ്യമില്ല. കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അത്രയും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ചിക്കൻ ഒന്ന് വെന്ത് വന്നാലേ ഇതിലേക്ക് കുറച്ച് സ്ലൈസ്ഡ് ചീസും കൂടി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അതും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ക്രീമിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്രീമിയാക്കി എടുക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കെച്ചപ്പിൻ്റെയോ മയോണൈസിൻ്റെയോ ഒന്നും ആവശ്യം വരില്ല. ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഇത് 4 ടൈപ്പിലാണ് ഞാൻ ഈ ഒരു സ്ട്രോബെറി വെച്ചിട്ടുള്ളത്. ഒന്ന് കിവി വേറെ വെച്ചിട്ടുണ്ട്, ബ്ലൂബെറി സ്ട്രോബെറി ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്, രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പിൽ നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ വെച്ചിട്ടെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പം എൻ്റേതായ രീതിയിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുക. റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗ് ഇർഫാന ഷംഷീർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മീൽ പ്ലാൻ തന്നെയാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതിലൊരുപാട് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെക്കുക. അങ്ങനെയാകുമ്പോൾ ഒരാഴ്ചത്തേക്ക് മാഷാഅല്ലാ നമുക്ക് നല്ല ആശ്വാസമാണ്. നാളെ എന്താ ഉണ്ടാക്കുക, മറ്റന്നാൾ ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും നമ്മളെ ലേഡീസിൻ്റെ അധിക ടൈമും പോവുക. അപ്പോൾ
അപ്പോൾ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചിട്ട് അത് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സാധനം കിച്ചണിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരു ടെൻഷനായിരിക്കും, കുറേ ടൈം അതിനും കൂടി വേസ്റ്റ് ആക്കും. അപ്പില്ലേ നമ്മൾ തലേ ദിവസം തന്നെ ഷോപ്പിങ്ങിന് പോകും മുമ്പേ തന്നെ എന്താ ഉണ്ടാക്കുക, ഒരാഴ്ചത്തേക്ക് എന്താ ഉണ്ടാക്കുക, രാവിലെ എന്താ, ഉച്ചയ്ക്ക് എന്താ, രാത്രി എന്താ, അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരാഴ്ചത്തേക്കുള്ള ആവശ്യമുള്ള സാധനവുമായി, അതുപോലെ തന്നെ ആ ഒരാഴ്ച എന്താ ഉണ്ടാക്കാന്നുള്ള ടെൻഷനുമില്ല. നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും, കുറേ ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ചിക്കനും നല്ലോണം ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നേരില്ലേ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊസറല്ല ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ഒഴിച്ച് കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ മൈദയും പാലും മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്താലും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. ചിലർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വന്നതാണെന്നെല്ലാം പറയലുണ്ട്. പിന്നെ മാഷാഅല്ലാ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടതിന്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടപ്പും ചെയ്തൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടിയും അങ്ങനെയെല്ലാം ഇടലുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി കയ്യിലേക്ക് വരുമ്പം ഇർഫിൻ്റെ വീഡിയോ ഓർക്കും, എന്നിട്ടും ഗരം മസാല പൗഡർ മാത്രം ഇടലുള്ളൂ ബിരിയാണിയിൽ. ഒരു പിടി ചോറ് മാത്രം കഴിക്കുന്ന ഇപ്പം ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുക, അങ്ങനെ എന്തോ മാഷാഅല്ലാ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇർഫാനാൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കൽ, ഇർഫാന് പറയുന്ന പോലത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കൽ, അടിപൊളി ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു കമൻ്റൊക്കെ ഭയങ്കര മനസ്സിൽ തട്ടിയിട്ടുണ്ടായിന്. ഉപ്പാൻ്റെതെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും ബിരിയാണി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ആരും കൊതിക്കുന്ന ടൈപ്പുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് ടൈപ്പിൽ ബിരിയാണി ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കുക, ഉണ്ടാക്കി നോക്കാത്തവർ നോക്കുക. എല്ലാവരും ഇത് ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല, ഒരിക്കലും ലുക്കും ഒരുപോലെ ആയിരിക്കില്ല. നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ ബിരിയാണി ഉണ്ടാക്കാമെന്നിട്ട്. ഒരിക്കലും അല്ല കേട്ടോ, ഞാൻ പല ടൈപ്പിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എല്ലാവരും വ്യത്യസ്തമായിരിക്കും. ഒരിക്കൽ ഉണ്ടാക്കിയ ബിരിയാണി പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ പോലും ഉണ്ട്. അപ്പം ഇല്ലേ ഞാൻ പറഞ്ഞ ഓരോരോ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പല ടൈപ്പിൽ ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പം ഇതിൽ ഭയങ്കര വില കൂടിയ ഐറ്റംസ് ഒന്നുമില്ല. ചിക്കന് വേണമെന്നുണ്ടെങ്കിൽ മൈദ, കുറച്ച് പാല്, അതുപോലെ തന്നെ എന്താ പറയുക ബന്ന്, ലെറ്റൂസിൻ്റെ ലീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തക്കാളി, ഉള്ളി, ക്യാബേജ് അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ പിന്നെ ഹലോപ്പിനോ പിക്കിൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് വിനെഗറിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. കുട്ടികൾക്കെല്ലാം ഈ ഒരു സാൻഡ്വിച്ച് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രക്കെല്ലാം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറിൻ്റെ കൂടെ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ്സാക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇളനീർ ഷേക്കും കൂടി അടിച്ചിട്ടുണ്ടായിന്, കുറച്ച് ഫ്രൂട്ട്സും കട്ടാക്കിയിട്ടിട്ടുണ്ടായിന്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിലും എനിക്കിഷ്ടം ശനിയാഴ്ച രാത്രിയായാലും ഇങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പം നമുക്ക് ഒരുപാട് ഫാമിലി ടൈം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ അപ്പം എന്താ ഉണ്ടാക്കി നോക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.